നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1870 കോടി ദിർഹം ലാഭം നേടി എമിറേറ്റ്സ് ഗ്രൂപ്പ്. മുൻ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 71% അധിക ലാഭമാണ് കൈവരിച്ചത്. 151 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കായി 5.19 കോടി യാത്രക്കാരാണ് എമിറേറ്റ്സ് എയർലൈനുകളിൽ സഞ്ചരിച്ചത്. കൂടാതെ 22 ലക്ഷം ടൺ ചരക്കുനീക്കവും നടത്തിയിട്ടുണ്ട്. അതേസമയം വാർഷിക ലാഭത്തിന്റെ ഒരു വിഹിതം ഇപ്രാവശ്യവും ജീവനക്കാർക്ക് നൽകും. 20 ആഴ്ചത്തെ ശമ്പളമാണ് ബോണസായി നൽകുകയെന്ന് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് മാസത്തെ ശമ്പളത്തിനൊപ്പമാണ് ഈ തുക അധികമായി ലഭിക്കുക. കഴിഞ്ഞ തവണ 6 മാസത്തെ ശമ്പളമായിരുന്നു ബോണസായി നൽകിയത്. UAEയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള 10 റോഡുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ആഭ്യന്തര മന്ത്രാലയം. 2023 റോഡ് സുരക്ഷാ സ്ഥിതിവിവര കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡാണ് ഏറ്റവും അപകടകരമായ റോഡ്. അബുദാബിയിലെ അൽഫലാഹ് മുതൽ റാസൽ ഖൈമ വരെയുള്ള റോഡാണിത്. കഴിഞ്ഞ വർഷം ഇവിടെ 223 പേർക്ക് പരിക്കേൽക്കുകയും 43 പേർ മരിക്കുകയും ചെയ്തു. എമിറേറ്റ്സ് റോഡാണ് അപകട സാധ്യതയുള്ള രണ്ടാമത്തെ റോഡ്. ഇവിടെ 8 പേർ മരിക്കുകയും 104 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഷെയ്ഖ് സായിദ് റോഡാണ് അപകടകരമായ മൂന്നാമത്തെ റോഡ്. ഇവിടെ 16 മരണവും 131 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബുദാബി അലൈൻ റോഡാണ് നാലാമത്. 171 പരിക്കുകളും 13 മരണങ്ങളുമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡാണ് അഞ്ചാമത്. 134 പരിക്കുകളും 12 മരണവും റിപ്പോർട്ട് ചെയ്തു. അബുദാബി അൽസില റോഡിൽ 11 പേർ മരിക്കുകയും 62 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുബായ് അലൈൻ റോഡിൽ 10 മരണവും 19 പേർക്ക് പരിക്കും പറ്റി. താരിഫ് റോഡിൽ 7 മരണവും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖോർഫക്കാനിൽ 7 പേർ മരിക്കുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അലൈൻ റോഡിൽ 5 പേർ മരിക്കുകയും 154 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടങ്ങളിൽ പെടുന്ന പ്രായക്കാരിൽ ഏറെയും 19 മുതൽ 39 വരെ വയസ്സുള്ളവരാണെന്ന് അധികൃതർ അറിയിച്ചു. ജലാശയങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ സ്മാർട്ട് ഉപകരണം പുറത്തിറക്കി ദുബായ് മുനിസിപ്പാലിറ്റി. റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ഈ മറൈൻ സ്കാപ്പറിന് 1 ടൺ മാലിന്യം വരെ ശേഖരിക്കാൻ കഴിയും. ദുബായ് ക്രീക്കിലും കനാലിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മാലിന്യം ശേഖരിക്കാൻ വികസിപ്പിച്ചതാണ് ഈ സ്മാർട്ട് മെറൈൻ സ്ക്രാപ്പർ. UAE സ്വദേശികളായ വിദഗ്ധർ അൽഖത്താൻ ബോട്ട് ഫാക്ടറിയുമായി കൈകോർത്താണ് ഇത് വികസിപ്പിച്ചത്. എത്ര അകലെയാണെങ്കിലും റിമോട്ട് കൊണ്ട് ഇതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാവുന്നതാണ്. മാലിന്യം അടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനും ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇതിനെ നിരീക്ഷിക്കാനും കഴിയും. എമിറേറ്റ്സിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിന് 35 പൈതൃക കെട്ടിടങ്ങൾ കൂടി പുനഃസ്ഥാപിക്കും. പൈതൃക വാസ്തുവിദ്യാ സംരക്ഷണ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. 1960-1990 കാലഘട്ടത്തിൽ നിർമ്മിച്ച നിർമ്മിതികളാണ് പദ്ധതിയുടെ ഭാഗമായി പുനഃസ്ഥാപിക്കുന്നത്. ഒമാനിൽ നിരവധി വിദേശികൾക്ക് ഒമാനി പൗരത്വം അനുവദിച്ചു. ഇത് സംബന്ധിച്ച രാജകീയ ഉത്തരവ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പുറപ്പെടുവിച്ചു. വിവിധ രാജ്യക്കാരായ 257 പേർക്കാണ് പുതിയതായി ഒമാനി പൗരത്വം അനുവദിച്ചത്. ആകാശ് എയർ സൗദിയിലേക്ക് ജൂലൈ 15 മുതൽ സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് സൗദിയിലേക്കായിരിക്കും സർവീസ് നടത്തുക. ഇന്ത്യയിലെ സ്വകാര്യ ബജറ്റ് വിമാന കമ്പനിയാണ് ആകാശ് എയർ. ജിദ്ദ മുംബൈ റൂട്ടിൽ ആഴ്ചയിൽ 12 നേരിട്ടുള്ള സർവീസുകളാണ് ആകാശ് എയർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അഹമ്മദാബാദിൽ നിന്ന് ആഴ്ചയിൽ 2 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് കമ്പനി അറിയിച്ചു. വൈകാതെ കേരളത്തിലേക്കും സർവീസ് നടത്തുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.